ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ചിപ്പിക്കൂണ് നിപ്പുണ്ട്, ഞാൻ ഇതിങ്ങ് പറിച്ചെടുക്കുകയാണ്. നമുക്കിന്ന് ഇത് വെച്ച് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കൂട്ടാൻ വെച്ചാലോ. ആക്ച്വലി ഈ മഷ്റൂം എന്ന് പറയുന്ന ഒരു ചെടിയല്ല, ഒരു വെജിറ്റബിൾ അല്ല, പക്ഷേ ഇതൊരു ഫംഗസ് ആണ് കേട്ടോ. പിന്നെ പലർക്കും ഒരു ഡൗട്ടുണ്ട്, ഈ മഷ്റൂമിൻ്റെ തണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ പൂ മാത്രമാണോ എടുക്കേണ്ടത്, അങ്ങനെയൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നമുക്ക് കൂട്ടാൻ വെക്കാൻ നല്ലതാണ് കേട്ടോ. അതിൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇതിലില്ല. കഴുകി വൃത്തിയാക്കി ഇത് മുഴുവനായിട്ടും നമുക്ക് കൂട്ടാൻ വെക്കാൻ എടുക്കാവുന്നതാണ്. ഇത് ശരിക്കും ഒരു മീറ്റിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും എല്ലാവർക്കും താല്പര്യത്തോടുകൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പം എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണേ. ഇതിന് ഇറച്ചിയുടെ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള റെസിപ്പീസിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. മഷ്റൂമിൽ തന്നെ ലക്ഷക്കണക്ക് വെറൈറ്റീസിലുള്ള മഷ്റൂംസ് ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ, അതായത് എഡിബിൾ ആയിട്ടുള്ളതുള്ളൂ. അതിലൊന്നാണ് ഈ ഒരു മഷ്റൂം, ചിപ്പിക്കൂണ് അല്ലെങ്കിൽ ഓയിസ്റ്റർ മഷ്റൂം എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു 50 ഗ്രാം മഷ്റൂം നമ്മൾ കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ, പിന്നെ നമുക്ക് മഗ്നീഷ്യം സപ്ലിമെൻ്റ് ഒന്നും തന്നെ വേറെ കഴിക്കേണ്ട ആവശ്യമില്ല. പൊട്ടാഷ്യം, സിങ്ക്, മഗ്നീഷ്യം ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു കപ്പ് മഷ്റൂമിനകത്ത് 2.3 ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർക്കുണ്ടല്ലോ മഷ്റൂം അവരുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. അങ്ങനെ ഞാൻ ഇത് മുഴുവനും ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വൃത്തിയായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണേ. ഈ മഷ്റൂമിനെ നമ്മൾ വെറും ഒരു ഭക്ഷണമായിട്ട് കുറച്ച് കാണരുത് കേട്ടോ. ഭക്ഷണം എന്നതിലും ഉപരി ഈ മഷ്റൂമിന് പലതരത്തിലുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഈ മഷ്റൂം വെച്ച് നമുക്ക് എന്തെല്ലാം വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ബിരിയാണി, മഷ്റൂം ബിരിയാണി വെക്കാം, പലതരത്തിലുള്ള മസാല വെച്ചുള്ള കറികൾ ഉണ്ടാക്കാം, തോരനുകൾ വെക്കാം, ഇങ്ങനെ ഒട്ടനവധി വിഭവങ്ങൾ നമുക്ക് ഈ മഷ്റൂം വെച്ചുണ്ടാക്കാം. വെറുതെ ഉണ്ടാക്കുക മാത്രമല്ല, അതിന് ഒരു അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നല്ല ടേസ്റ്റുമാണിതിന്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കി കളയരുത്. അപ്പോൾ നമുക്കിന്ന് ചിപ്പിക്കൂണ് വെച്ച് ഒരു തോരൻ ഉണ്ടാക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റേത് എണ്ണയെക്കാട്ടിലും മഷ്റൂമിന് ഏറ്റവും ടേസ്റ്റി വെളിച്ചെണ്ണയാണ്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ 10-15 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുകൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാവേ. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ഈ കൂണൂടെ ഒന്ന് ഇട്ട് കൊടുക്കാമേ. ഇത് ഒരു 300 ഗ്രാമിൻ്റെ മുകളിലുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു അരമുറി തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ മഷ്റൂമിന് ആവശ്യമായ ഉപ്പൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. നിറത്തിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെക്കണം. പിന്നെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, മഷ്റൂം നമ്മൾ കൂട്ടാൻ വെക്കുമ്പോൾ, പ്രത്യേകിച്ച് തോരൻ വെക്കുമ്പോൾ കഴുകി കഴിഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം നമ്മൾ തോരൻ വെക്കാൻ. കാരണം അതിൽ ഒത്തിരി വെള്ളം ഒബ്സോർവ് ചെയ്യും. പിന്നെ നമുക്ക് തോരൻ വെച്ച് കഴിഞ്ഞാൽ അത് കറിയായിപ്പോവും. അത് കാരണം അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം തോരൻ വെക്കാൻ. അതുപോലെ ഒരു ശകലം പോലും വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അതിൽ നിന്ന് വെള്ളം ഓട്ടോമാറ്റിക്കലായിട്ട് അതിനകത്തുനിന്ന് ഇറങ്ങി വന്ന് അത് വെന്തോളുവേ. തട്ടിപ്പൊത്തി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ദാണ്ട വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമെന്ന്. ഇതിൻ്റെ സൈഡിലൊക്കെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി അല്പം കൂടെ വേവുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്. നമ്മുടെ മഷ്റൂം വെന്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് അടപ്പ് മാറ്റി കുറച്ച് നേരം നമ്മൾ ഇതിനകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം ആവിയായിട്ട് പോവും. നമുക്ക് നല്ല ഒരു തോരൻ കിട്ടുവേ. ഞാൻ ഈ മഷ്റൂം തോരനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ കണ്ടതാണ്. ജസ്റ്റ് തേങ്ങയും പച്ചമുളകും ഉള്ളിയും മാത്രമാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ആ മഷ്റൂമിൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. മസാലയൊന്നും ഇട്ട് അധികം കുളവാക്കാതെ അതിൻ്റേതായ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അതിനാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.